ബിഗ് ബോസ് മലയാളം സീസൺ 7മായി ബന്ധപ്പെട്ട വോട്ടിംഗ് അപ്ഡേറ്റാണ് പറയുന്നത്. ഇന്ന് വോട്ടിങ്ങിൻ്റെ അവസാന ദിവസമാണ്. എവിക്ഷൻ ലിസ്റ്റിലുള്ള ഓരോ ആളുകൾക്കും കിട്ടിയ വോട്ടുകൾ എത്രയാണെന്നാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. ഏറ്റവും ആദ്യമുള്ളത് ഷാനവാസാണ്. ഷാനവാസിന് കിട്ടിയിരിക്കുന്ന വോട്ട് 1,20,000 നമുക്കറിയാം, ഇന്നലെയൊക്കെ റിയാസുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിലൊക്കെ ഷാനവാസ് നല്ല രീതിയിൽ പ്രതികരിച്ചതുകൊണ്ട് ഷാനവാസിൻ്റെ ഉറങ്ങിക്കിടന്ന ഫാൻസ് എല്ലാവരും വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് ശക്തമായ രീതിയിലുള്ള വോട്ട് ഷാനവാസിന് കൊടുത്തിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഷാനവാസിന് 1,20,000 വോട്ട് നേടാൻ കഴിഞ്ഞത്. തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്തുള്ളത് ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മിക്ക് 1,12,000 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. റിയാസുമായിട്ടുള്ള ഇഷ്യൂവിലും LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞതിൽ LGBTQ കമ്മ്യൂണിറ്റി എതിർക്കുന്ന പുറത്തുള്ള ആൾക്കാരുടെ വോട്ട് കിട്ടിയതും ലക്ഷ്മിക്ക് വോട്ട് കൂടാൻ കാരണമായെന്ന് വിലയിരുത്താം. മൂന്നാം സ്ഥാനത്തുള്ള നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് 98,000 വോട്ടുകളാണ്. നൂറയും ശക്തമായിട്ടുള്ള മത്സരമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ ആദ്യ 2 ദിവസങ്ങളിൽ ലക്ഷ്മിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ നൂറയ്ക്കായിരുന്നു. എന്നാൽ റിയാസ് വന്നു പോയതിൽ പിന്നെ നൂറയുടെ വോട്ട് അല്പം കുറഞ്ഞ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് നൂറ മാറിയ കാഴ്ച കൂടി നമ്മൾ ഈ ആഴ്ചയിൽ കാണുകയാണ്. 98,000 വോട്ടാണ് നൂറയ്ക്ക് കിട്ടിയത്. നാലാം സ്ഥാനത്തുള്ള നെവിന് 81,000 വോട്ടുണ്ട്. നമുക്കറിയാം, നെവിൻ ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ ആ വീട്ടിൽ എല്ലാവർക്കും ചിരിപ്പിക്കുന്ന ഒരു കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുടെ വോട്ട് നെവിന് കിട്ടി എന്ന തെളിവാണ് നെവിൻ ഇപ്പോൾ 81,000 വോട്ടുകൾ കിട്ടിയത്. ഷാനവാസുമായിട്ടുണ്ടായ ഇഷ്യൂവിൽ ചെറിയ രീതിയിലുള്ള ഒരു കോട്ടം സംഭവിച്ചുവെന്നെങ്കിലും നെവിൻ്റെ ബേസിക് വോട്ടുകൾ ഇപ്പോഴും അതായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അഞ്ചാം സ്ഥാനത്തുള്ള ആദിലയ്ക്ക് 72,000 വോട്ട്. ആദില റിയാസ് വന്ന് പോയതിൽ പിന്നെ ആദിലയുടെ ക്യാരക്ടറിനെ പറ്റി പുറത്ത് ഭയങ്കരമായ നെഗറ്റീവ് ഉയരുകയും ആദിലയ്ക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് വോട്ടിങ്ങിൽ ചെറിയ രീതിയിലുള്ള കുറവ് ഉണ്ടാവുകയും ചെയ്തു. ആറാം സ്ഥാനത്തുള്ള ഡോക്ടർ ബിന്നിക്ക് 64,000 വോട്ടാണ്. ബിന്നി ആസ് എ ഗെയിമർ ആദ്യത്തെ ആഴ്ചയിലെ ആ ഒരു തണുപ്പൻ മട്ടിയിൽ നിന്ന് മാറി അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 64,000 വോട്ടാണ് ബിന്നിക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വോട്ടിംഗ് റിസൾട്ടാണ് ആകാശ് സാബുമാൻ്റെ. 7ാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ് ആകാശ് സാബുമാൻ. 59,000 വോട്ടുകളോട് കൂടിയാണ് ആകാശ് സാബുമാൻ 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം, ഈ പറയുന്ന ഹോട്ടൽ ടാസ്കിൽ ആ മനുഷ്യനെ പിടിച്ച് മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തി കൃത്യമായ രീതിയിൽ ഭക്ഷണമൊന്നും കൊടുക്കാതെ കണ്ടപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് അയാളോട് സഹതാപം തോന്നുകയും ആ സഹതാപം വോട്ടായി മാറുകയും ചെയ്തു എന്നതിന് തെളിവാണ് സാബുമാന് 59,000 വോട്ട് കിട്ടിയത്. ഈ ആഴ്ച പുറത്താകുമെന്ന് എല്ലാവരും കരുതിയിരുന്ന ആ വ്യക്തി ഇനി ഈ ആഴ്ച പുറത്താകുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. കാത്തിരുന്ന് കാണേണ്ടി വരും. അടുത്തതായിട്ട് ആര്യനാണ്. ആര്യന് 55,000 വോട്ടാണ്. ആര്യൻ 8ാം സ്ഥാനത്താണ്. ഡേഞ്ചർ സോണാണ്. ഏത് നിമിഷം വേണോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവാം. ഏറ്റവും അവസാന സ്ഥാനത്തുള്ള റെന ഫാത്തിമയ്ക്ക് 53,200 വോട്ടാണ്. ഇതിൽ റെനയുടെയും ആര്യൻ്റെയും സാബുമാൻ്റെയും കാര്യം നമുക്കൊന്നും തറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുപോലെ പിന്നെയും ഇവർ 4 പേരും ഭയങ്കരമായിട്ട് ഡേഞ്ചർ സോണിലാണ്. ഇതിൽ ആര് വേണോ ഒരാൾ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാം. ഈ അവസാന നിമിഷം കിട്ടുന്ന വോട്ടുകളാണ് ഇവരെ അവിടെ നിലനിർത്തുന്നതും പുറത്താക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾ ബിഗ് ബോസ് വീട്ടിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ അവിടെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ബിന്നി, സാബുമാൻ, ആര്യൻ, റെന ഈ 4 പേരിൽ 1-2 പേര് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലോട്ട് വിട പറയുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. രാത്രി ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് വന്നതിന് ശേഷം കൃത്യമായ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവുകൾ ഇതുപോലെ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.